ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിച്ച് വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് നമ്മൾ കൃത്യം 9 മണിയാകുമ്പം നിർത്താൻ ശ്രമിക്കാം. 9:30 ആകുമ്പോൾ എങ്ങനെയും പിടിച്ചു നിർത്തും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26, 27, 28, 29, 30 വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26 തൊട്ട് 30 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമല്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനോ തന്നെ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർത്തു. ആമേൻ. മതി. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വിളിയെ ശ്രദ്ധിക്കുക. എന്താണ് നമ്മുടെ വിളി? പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ ദൈവസഭയ്ക്ക് ലേഖനങ്ങൾ കൈമാറുമ്പോൾ ഈ ലേഖനങ്ങൾക്കകത്ത് അതിപ്രധാനമായിരിക്കുന്ന ഒരു വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചത്. നിങ്ങളുടെ വിളിയെക്കുറിച്ച് നിങ്ങൾക്കറിവുള്ളവരാണോ? സ്തോത്രം. ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചത്? വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തത എന്താണ്? ദൈവം വിളിച്ചപ്പോൾ എന്തെല്ലാം നൽകാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറയട്ടെ, 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവം ഭൂമിയെ സൃഷ്ടിക്കുകയാണ്. 1-ാം അധ്യായം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് ആരംഭിക്കുകയാണ്. ഈ സൃഷ്ടിപ്പിൽ ഒന്നാമത് ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു, 2 ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പായലായും ശൂന്യമായിരുന്നു. ഭൂമിയിൽ വെളിച്ചത്തെ സൃഷ്ടിച്ചു. ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, സസ്യലതാദികളെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് മാറി നിന്നിട്ട് കർത്താവ് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറയുക, ഇപ്പോൾ വന്നതിനെയൊക്കെ നീ അടക്കി വാഴണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനുഷ്യനെ ഏറ്റവും അവസാനം സൃഷ്ടിച്ചിട്ട് പറയുക, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ക്രമീകരിച്ചത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, നമ്മുടെ വിളിക്കകത്തുണ്ട് നിങ്ങൾക്ക് വേണ്ടതല്ല. നിങ്ങൾ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണോ, നിങ്ങളുടെ വിളിക്കകത്ത് നിങ്ങൾക്കുള്ള നന്മയുണ്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, ഇന്ന വീട്ടിൽ ഇന്ന പിതാവിൻ്റെയും മാതാവിൻ്റെ മകനായിട്ട് നീ പിറക്കാൻ ദൈവം നിന്നെ ഉദരത്തിൽ കണ്ടതിനു മുമ്പ് ദൈവം നിനക്ക് വേണ്ടിയുള്ള പ്ലാൻ പുറത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ്, എൻ്റെ വിളിക്കകത്ത് എനിക്കുള്ളതെല്ലാം ഉണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവൈതലിനെ നോക്കി ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്ന ഒരു ദൂതുണ്ട്. ആ ദൂത് ഇങ്ങനെയാണ്, നിന്റെ വിളിക്കകത്ത് നിനക്കുള്ളതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ആക്കുകയാണ്. എന്നിട്ട് ആദാമിനോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ നിന്നെ അനുസരിക്കും. എന്ത് ചെയ്യും? നീ അതിനെ അടക്കണം. സ്തോത്രം പറഞ്ഞേ. മെരുക്കിയെടുക്കണം, അതിനെ അടക്കിയെടുക്കണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ചിലതൊക്കെ മെരുങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, മെരുക്കാൻ ഒരു അഭിഷേകം ദൈവാത്മാവ് തരും. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളിലാകട്ടെ, സ്വന്തങ്ങളിലാകട്ടെ, ഞാൻ പറയാം, മെരുക്കിയെടുക്കാൻ ഒരു അഭിഷേകം ദൈവാത്മാവ് കൈമാറും. സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ അഭിഷേകത്തോടെ പറയാം, ചില കുടുംബത്തിൻ്റെ അകത്ത് ഭർത്താക്കന്മാർ മടങ്ങി വരാൻ പോകുന്നു എന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിന്നെ വിട്ട്, നിൻ്റെ കുടുംബത്തെ വിട്ട് മറ്റു മേഖലകളിലേക്ക് ഓടിയ ചിലതിനെ നോക്കി ആത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ച് പറയുന്നു. ഇന്ന് രാത്രി ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയോട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് പറയുന്നു, നിൻ്റെ ഭർത്താവ് മടങ്ങി വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിൻ്റെ വീടിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുന്നു.
ഒരത്ഭുതം നീ കാണാൻ പോകുകയാണ്. ഒരാമേ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ചിലർക്ക് വേണ്ടി ചിലരുടെ വിളിക്കകത്തുള്ള ഡെലിവറൻസുകൾ നടക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അമ്മേ പ്രിയ ആൻറ്റിയും പ്രിയ 2 ആൻറ്റിമാർ അമ്മ ഞങ്ങളുടെ കസിൻസാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ എനിക്കൊരു ദൂത് അവരോട് പറയാൻ പറ്റത്തില്ല. കാര്യം അവരുടെ അമ്മ എല്ലാ കാര്യങ്ങളും എനിക്ക് A-to-Z അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടോ ആമേ ശക്തമേറിയ ആലോചനകൾ ഞാനൊരു കാര്യം പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. ആൻറ്റിയുടെ മോളുടെ പേര് ഡോണ എന്നാണ്. സ്തോത്രം. അതാണ് ഡിയിൽ തുടങ്ങുന്ന പേര്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ മുഴുവനും പേരും പറയും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. സ്തോത്രം. ഇന്ന് രാത്രി വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യട്ടെ. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്. വിളിച്ച ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? നമ്മളെ ദൈവം വിളിച്ചത് എന്തിനാണ്? ആ പദ്ധതിക്കകത്തേക്ക് നാം കയറുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. ഈ പുറകിലിരിക്കുന്ന സഞ്ജു ബ്രദർ ഒരു ബാങ്കിലെ മാനേജറാണ്. അദ്ദേഹം വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിക്കൂലി എവിടെയെങ്കിലും ബൈക്കുമായിട്ടോ കാറുമായിട്ടോ ഒക്കെ പോകുന്നതിന് വണ്ടിക്കൂലി എഴുതിയെടുക്കാം അല്ലേ? ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് എഴുതിയെടുക്കാം. സ്തോത്രം പറഞ്ഞേ. അല്ലെങ്കിൽ അതെന്താ? ബാങ്ക് അലോ ചെയ്തേക്കുന്നതാണ്. എന്ത്? യാത്ര ചെയ്യണമെങ്കിൽ എവിടെ പോയാലും, അത് ട്രെയിൻ ആകട്ടെ, ഫ്ലൈറ്റ് ആകട്ടെ, ഓട്ടോറിക്ഷ ആകട്ടെ, ബില്ലില്ലാത്തതാകട്ടെ, എന്താണേലും പോയാൽ വണ്ടിക്കൂലി തരും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിളിക്കകത്തുണ്ടോ നിങ്ങൾക്കുള്ള വഴി? ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കുന്നല്ലോ, ആരുടെയൊക്കെ കുടുംബത്തിൻ്റെ അകത്ത് അവരുടെ വിളിയെ തിരിച്ചറിയുന്ന രാത്രിയാ. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന സാധാരണ ഒരു വിളിയല്ല, ഒരു വിശ്വാസി എന്ന ലേബലിൽ ഇരിക്കാനല്ല, ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, പുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിക്കാൻ ഇന്ന് രാത്രി ഒരു വിളി നമ്മുടെ മേലുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെ നോക്കുക. അപ്പം വിളിയെ നോക്കിയാലുള്ള പ്രത്യേകത എന്താണ്? സ്തോത്രം. അവിടെ പറയുന്നു, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുക. അപ്പം വിളിയെ നോക്കണമെങ്കിൽ വിളി എന്താണെന്നറിയണം. സ്തോത്രം പറഞ്ഞേ. വിളി എന്തെന്നറിഞ്ഞാലേ വിളിയെ നോക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മളെ ചില ആൾക്കാർ പുറകിൽ നിന്ന് വിളിക്കും, അലോ അലോ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന 3-4 പേര് തിരിഞ്ഞു നോക്കും. സ്തോത്രം. പക്ഷേ ആളാരാണോ അവർക്ക് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ പറയാം, തിരിഞ്ഞുകൂട്ടി നോക്കിയ പല ആൾക്കാരുമുണ്ട്. പക്ഷെ ദൂത് ആരോടാണോ അവർക്കേ വിടുതൽ നടക്കത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവം നമ്മെ വിളിച്ചു. ആ വിളിക്കകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ വിളി എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ സുവിശേഷ വേല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. സ്തോത്രം പറഞ്ഞ്. പാസ്റ്റർമാരെ കാണുമ്പോൾ ഞാൻ മുങ്ങുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. സ്തോത്രം. എനിക്ക് പേടിയായിട്ടുമല്ല, അവരോട് ദേഷ്യമായിട്ടുമല്ല. പക്ഷേ പാസ്റ്റർമാർ വീട്ടിൽ വരുന്ന എനിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മമ്മിയെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മമ്മിയൊന്നും സ്കൂളിൽ കൊണ്ടുപോകത്തില്ലായിരുന്നു. സ്തോത്രം. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി ഞാൻ എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ മകളെ വിളിച്ചുകൊണ്ട് പോയ സമയമുണ്ട്. കാര്യം മമ്മി പെന്തക്കോസിൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് കഴുത്തിലും കാതിലും കമ്മലും ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. പിന്നെയാണ് നമുക്ക് സത്യം മനസ്സിലായ. സ്തോത്രം. ഇതൊന്നും അല്ല നമ്മളെ അവിടെ കൊണ്ടുപോകുന്നത്. സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. കഴുത്തിലും കാതിലും ഉണ്ടേലും ഇല്ലേലും അതൊന്നും ദൈവത്തിന് വിഷയമല്ല. നീ നിൻ്റെ വിളിക്കകത്താണോ, നീ തകരത്തില്ല. നിൻ്റെ വിളിക്കകത്താണോ നിനക്ക് വേണ്ടതെല്ലാം ലഭിക്കും. സ്തോത്രം പറഞ്ഞേ. ഈ ബൈബിളിനകത്തൊരു പ്രത്യേകം ഒരു വാക്യമുണ്ട്. ഇതൊരു വിമർശനം ഉള്ള ഒരു വാക്യം തന്നെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല, അല്ലേ? മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. ഈ വാക്യം വെച്ചുകൊണ്ട് ഒരു ദൈവദാസൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മറ്റൊരു ആള് ഒരു വിഷക്കുപ്പി കൊണ്ട് കൊടുത്തു. സ്തോത്രം. നടന്ന സംഭവമാണ്. വിഷക്കുപ്പി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷം കുടിച്ചു കാണിക്കണം. കുടിച്ചിട്ട് നിങ്ങൾ മരിക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ യേശു കർത്താവാണെന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. വെല്ലുവിളി നല്ലതാണ്, പക്ഷേ ദൈവത്തോട് അരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയാം, നമ്മൾ എന്ത് കാര്യത്തിനും വെല്ലുവിളിച്ചോ, പക്ഷെ ദൈവത്തെ വെല്ലുവിളിക്കരുത്.
സ്തോത്രം പറഞ്ഞേ. നമ്മുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരാളല്ല ദൈവം. സ്തോത്രം. അവൻ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുക, അവൻ ദൈവത്തിനെതിരെ വെല്ലുവിളിച്ച പലരും തകർന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, നാം ദൈവസന്നിധി നീതിയോടെ നിൽക്കാൻ നമുക്ക് ദൈവം പ്രാപ്തി നൽകട്ടെ. സ്തോത്രം. അപ്പോൾ ഈ സഹോദരൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ വിശക്കുപ്പി മേടിച്ചു. അതേ വിശക്കുപ്പി മേടിച്ചു, എടുത്തു നോക്കി, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഈ വിശക്കുപ്പി എൻ്റെ കൈ കൊണ്ടുവന്നത്? അമ്മ ഞാൻ മരിക്കാൻ വേണ്ടിയാണ്. അപ്പം അല്ലെങ്കിൽ അമ്മ ഞാൻ ഈ മരിക്കുവോ അല്ലെങ്കിൽ ജീവിക്കുവോ എന്നറിയാൻ വേണ്ടിയാണ്. കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തരുന്നത് ഞാൻ സന്തോഷത്തോടെ വാങ്ങി അത് മേടിച്ചു അമ്മേ, പക്ഷേ ഇത് കുടിക്കണോ വേണ്ടിയോ എന്ന് എൻ്റെ തീരുമാനമാണ്. സ്തോത്രം. അദ്ദേഹം മേടിച്ച് കൈ പിടിച്ചിട്ട് പറഞ്ഞു, കുടിക്കണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു കുടിക്കണ്ട. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവൻ നിന്നെ കൊടുക്കാൻ വേണ്ടി, നിന്നെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീ മരിക്കാൻ വേണ്ടി പിശാചിൻ്റെ തന്ത്രവുമായിട്ട് വന്നിരിക്കുന്നത്. സ്തോത്രം. ഞാൻ അഭിഷേകത്തോടെ പറയാം, ആവശ്യമില്ലാത്ത വെല്ലുവിളികൾ ആരും ഏറ്റെടുക്കരുത്. സ്തോത്രം. നിങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയൊന്നും നിങ്ങൾ കളിക്കരുത്. സ്തോത്രം. പക്ഷേ ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വിളിക്കകത്താണ് നാം നിൽക്കുന്നെങ്കിൽ ഒന്നും നിനക്ക് ഹാനി വരത്തില്ല. സ്തോത്രം. ഞാൻ അഭിഷേകത്തോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ വിളിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ അഭിഷേകത്തോടെ പറയാം, ഒരു മരണകരമായി ഒന്ന് കുടിച്ചാലും കഴിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. ഓ സ്വത്ര 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 സ്വത്ര. ഞാൻ ഇത് പറയുമ്പോൾ ഒരു വെളിപ്പാട് കയറി വരുന്നു. ആ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കത്തും. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. പൗലോസ് കപ്പൽ കയറി റോമിലേക്ക് പോകുകയാണ്. എന്താ കാര്യം? റോമ ഗവൺമെൻറ്റിനെ താൻ അഭയം ചൊല്ലുകയാണ്. ഈ കാര്യം കൊണ്ട് 276 തടവുകാരെയും വെച്ചുകൊണ്ട് പൗലോസും കൂടെയുള്ള സഹ തടവുകാർ അതിനെ കാവൽ ചെയ്യുന്ന കാവൽക്കൂട്ടങ്ങളുമായി ഏകദേശം 276 പേരുള്ള ഈ കപ്പൽ എങ്ങനെ റോമിലേക്ക് പുറപ്പെടുകയാണ്. കാറ്റ് പ്രതികൂലമായതുകൊണ്ട്, കടൽ പ്രതികൂലമായതുകൊണ്ട് ചിലതിൻ്റെ ഒക്കെ മറപറ്റി ഓടി, ക്രേത്തദ്വീപിൻ്റെ മറപറ്റി ഓടി സൽമോനയ്ക്ക് ചെന്നു. അവിടെ നിന്ന് ശുഭതുറമുഖമെത്തി. അവിടെ നിന്ന് പിന്നെ യാത്ര തിരിച്ചു. അങ്ങനെ പോകുമ്പോൾ കാറ്റ് അവരുടെ യാത്രയ്ക്ക് അനുകൂലമാണെന്ന് വിചാരിച്ചു. അവർ സന്തോഷത്തോടെ വീണ്ടും മുമ്പോട്ട് പോയി പ്രതികൂലത്തിൻ്റെ അകത്ത് അവർ അകപ്പെടുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. കടലിൻ്റെ അകത്ത്, അദ്രിയ കടലിൻ്റെ അകത്ത് വലിയ ഈശാനമൂലനുണ്ടായി. കൊടുങ്കാറ്റ് കൊണ്ട് അവർ പാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. നിങ്ങളൊന്ന് നോക്കണമേ, ഒരിക്കലും തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത്, തൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം പോകാൻ പറയാത്ത ഒരു സ്ഥലമാണ് മെലീത്ത. പക്ഷേ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്, നീ റോമിൽ ചെല്ലും. സ്വത്രം പറഞ്ഞേ നീ റോമിലെത്ത്. നീ റോമിൽ നീ യെരുശലേമിൽ പ്രസംഗിച്ചതുപോലെ തന്നെ നീ റോമിലും എന്നെ ഉയർത്തും. സ്വത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ഇവിടെ ദൈവത്തെ ആരാധിച്ചതുപോലെ നീ രാജ്യങ്ങളിലും ദൈവത്തെ ആരാധിക്കുക. സാമങ്ങളെ, ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, എത്ര പ്രതികൂലമായാലും ആത്മാവ് ശക്തിയോടെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, 2.5 ആഴ്ചയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന്. യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങിക്കോ, പെട്ടി തയ്യാറാക്കിക്കോ. 2.5 ആഴ്ചക്കുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവിനെ കാണിക്കുന്നു. ഖത്തറിന് വേണ്ടി സെലക്ട് ചെയ്തൊരു ഫ്ലൈറ്റിനെ ദൈവാത്മാവ് കാണിക്കുന്നു. അതിൻ്റെ അകത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു വെളിപ്പാട് എന്നെ കാണിക്കുന്നു. വിശ്വസിക്കാൻ കഴിയാമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചു. 2.5 ആഴ്ചക്കുള്ളിൽ അത്ഭുതം നടക്കും. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കുന്നു, അത് സംഭവിക്കട്ടെ. ഞങ്ങൾ അഭിഷേകത്തോടെ അതിനെ പ്രാർത്ഥിച്ച് തുറക്കുക. രാമൻ പറഞ്ഞേ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലത് തുറക്കും. ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ വിളിക്കാത്ത നാം നിൽക്കുന്നതെങ്കിൽ വഴി തുറന്നിരിക്കും. സ്തോത്രം. നമ്മുടെ വിളിക്കകത്താ നിൽക്കുന്നെങ്കിൽ പ്രതികൂലം നമുക്ക് വിഷയമല്ല, പ്രതിസന്ധി നമുക്ക് വിഷയമല്ല. പൗലോസേ, ഇത്ര പ്രശ്നങ്ങളൊക്കെ വന്നിട്ട്, ഇത്ര പ്രതികൂലങ്ങളൊക്കെ വന്നിട്ട്, ഇത്ര നിരാശകളൊക്കെ വന്നിട്ട്, ഇത്ര ഒറ്റപ്പെടലുകളൊക്കെ വന്നിട്ട് എന്തുകൊണ്ടാണ് നീ ഭയപ്പെട്ടു പോകാതെ? പൗലോസ് പറയുന്ന ഒരു വെളിപ്പാടുണ്ട്. അഖിൽ പാസ്റ്ററെ, ഞാൻ
മറ്റെങ്ങുമല്ല നിൽക്കുന്നത്, ഞാൻ എൻ്റെ വിളിക്കകത്താ. ഓ, ഇന്ന് രാത്രി വിളി വിട്ടു പോകാതെ വിളിക്കകത്തുറച്ചിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് ശക്തിയോടെ പറയുന്നു, നിന്റെ വിളിക്കകത്ത് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. നിന്റെ വിളിക്കകത്ത് നീ ഉറച്ചോ, ദൈവപ്രവൃത്തി നടക്കുകയാ. രാമൻ പറഞ്ഞേ, ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ദൈവാത്മാവ് ചെയ്യാൻ പോകുക. സ്തോത്രം. ആമേ, പൗലോസ് ആമേ ആ കപ്പലിൻ്റെ അകത്തുണ്ട്. കപ്പൽ തകരുന്ന സാഹചര്യം ഉണ്ടാകുക. തകരാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ഈശാനമൂലൻ കാറ്റ് അടിക്കുക. അടിക്കുന്നതിന് തലേ ദിവസം ദൂതം വന്ന് ഇറങ്ങിയിട്ട് പറയാ, കുഞ്ഞെ, ഞാൻ ചെറിയൊരു കാറ്റടിപ്പിക്കും, ആ കാറ്റടിക്കും, കപ്പൽ തകരും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സ്തോത്രം. കാര്യം നീ കപ്പലിൻ്റെ അകത്ത് ഒരു പലക ഞാൻ നിനക്ക് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. ഈ പലക നീ പിടിച്ചോണം, വേറെ ആർക്കും കൊടുക്കരുത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പാമേ, കപ്പൽ മൊത്തം അരിച്ചു പെറുക്കി നോക്കി, എനിക്കുള്ള വാഗ്ദത്തത്തിൻ്റെ പലക ഇതിൻ്റെ അകത്ത് എവിടെയാ? ഓ, സ്വത്രം 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 സ്വത്രം. ചിലത് തകർന്നാലും നിനക്കുള്ള വാഗ്ദത്തം ഒരു മുറിപ്പലക പോലെ. ഇന്ന് രാത്രി ആത്മാവ് ചിലരോട് പറയുന്നു, നിനക്കുള്ള വാഗ്ദത്തം ചില മുറിപ്പലക പോലെ പിടിച്ചു കിടന്നു. നിന്നെ ദൈവം വാഗ്ദത്തത്തിൽ കയറ്റാൻ പോകുക. ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോകുക. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് പറയുന്നുണ്ട്, ചിലരെ പിടിച്ചു കിടന്നാൽ മതി, വിടുതൽ നടക്കും. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ചിലർക്ക് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ ഒന്നും അറിയത്തില്ല. സ്വത്രം. ഇതൊന്നും അറിയണ്ട. സ്വത്രം. ദൈവസന്നിധി കരയാൻ അറിയാവോ? പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിലും ഉണ്ടായിരുന്നു ഒരച്ഛൻ, പണ്ട് നേരത്തെ വരുന്ന. സ്വത്രം. ഇപ്പം വരുന്നില്ല. സ്വത്രം. ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. സ്വത്രം. പക്ഷേ പുള്ളിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഭയങ്കര സൈലൻ്റാണ്. സ്വത്രം. പിന്നെ മൂകാത്മാവാ. സ്വത്രം. പ്രാർത്ഥിക്കാൻ പറയും. അല്ലെങ്കിൽ എന്നെ ബഹളമാണോ, എന്നെ ഒച്ചയാണോ? സ്വത്രം. ഹല്ലേലൂയ. കുറ്റം പറയാനാണെങ്കിൽ നാക്കും ഇങ്ങനെയാ വരുന്നത്. സ്വത്രം. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു മിണ്ടത്തില്ല. സ്വത്രം. ഞാൻ ഒറ്റ കാര്യം പറയാം, പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേലും ദൈവസന്നിധി കരയാൻ അറിയാമോ? മനുഷ്യൻ്റെ മുമ്പിൽ നീ കരയണ്ട, നീ ദൈവസന്നിധി നെടുമ്പാട് വീണ് കരഞ്ഞോ. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുക. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചില മെലീത്തകളെ ദൈവം ഒരുക്കി വെച്ചിട്ടാ ഈ പ്രതികൂലം അടുപ്പിച്ചത്, ഈ പ്രതിസന്ധി വെളിപ്പെട്ടത്. മെലീത്തയിലേക്ക് നിന്റെ റൂട്ടിനെ തിരിക്കാൻ വേണ്ടിയാ ഈ പ്രതിസന്ധി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഈ പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒക്കെ വരുന്ന നമ്മുടെ വഴി അടയ്ക്കും. ഒരിക്കലും അല്ലെന്ന്, വഴി തിരിച്ചു വിടാൻ വേണ്ടിയാ. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നേരെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പകുതി വഴി ചെന്നുമ്പോൾ ആഹാരം തീരും, വെള്ളം തീരും, നിന്റെ കയ്യിലൊന്നും കാണത്തില്ല. സ്വത്രം. പക്ഷെ ചില വഴിയിലൂടെ തിരിച്ചു വിടും. സ്വത്രം പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് ഒരു മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൻ്റെ അകത്ത് ഒരു അങ്കിളിനെ ആൻറ്റിയെ കണ്ടു. സ്വത്രം. രണ്ടുപേരെ കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, 2 ദൂത് അവരോട് പറഞ്ഞു. സ്വത്രം. ഹല്ലേലൂയ. പോരാൻ നേരത്ത് എൻ്റെ നമ്പരും മേടിച്ചു, ഒരു ഓഫറിങ്ങും തന്നിട്ടാണ് പോയത്. സ്വത്രം പറഞ്ഞേ. എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്. പക്ഷേ ഫ്രണ്ടിൽ വന്നു. ദൈവാത്മാവ് 2 ആലോചന പറഞ്ഞു, പറഞ്ഞ് അങ്ങോട്ട് വിടുതൽ നടന്നു. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവം ചില വഴികളൊക്കെ തിരിച്ചു വിടുന്ന ചില നന്മയ്ക്കാം. ചിലതൊക്കെ അടഞ്ഞത് നന്മയ്ക്കാ, ചില പ്രതിസന്ധികളൊക്കെ നന്മയ്ക്കാ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, ചില പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് നന്മയാ, നിന്റെ റൂട്ടിനെ തിരിച്ചു വിടുകയാ. യേശുവിൻ്റെ നാമത്തിൽ കഷ്ടതയും നിരാശയും പ്രശ്നങ്ങൾ കൊണ്ട് അലതല്ലി അലഞ്ഞു പോയ ചിലരെ നോക്കി ആത്മാവ് പറയുന്നല്ലോ, ഇന്ന് രാത്രി റൂട്ടിനെ തിരിക്കുന്ന ചില ഈശാനുമൂലൻ വെളിപ്പെടുകയാ. ഒരു പലക നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വാഗ്ദത്തമായിരിക്കുന്ന മെലീത്ത നിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോകുക. സ്വത്രം പറഞ്ഞേ. അച്ഛാ, ഞാനൊരു ദൂത് പറയാം, വിശ്വസിക്കണം. സ്വത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുക. വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ എവിടുന്നാ വന്നത്? എരുവേലിന്നല്ലേ? എരുവേലിന്ന് ഇവിടെ വന്നത്. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അഖിൽ പാസ്റ്ററെ അത്രയും വിശ്വാസമായതുകൊണ്ടാണ് രാത്രി വന്നത്. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ ഗോവയിൽ ആൾക്കാർ വന്നേക്കുന്നത്. പിന്നെയാ. സ്വത്രം. ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഒറ്റ ദൂത് പറയാം, ചിലതൊക്കെ നന്മയ്ക്കാം. സ്വത്രം പറഞ്ഞേ. ജോലി നഷ്ടപ്പെടുമായിരിക്കാം, വീട് നഷ്ടപ്പെടുമായിരിക്കാം, പക്ഷെ ദൈവം ഉറപ്പിക്കാൻ വേണ്ടിയാ.
അവൻ ആത്മാവിനോട് പറഞ്ഞു, നിങ്ങളെ ഒരു ശുശ്രൂഷകനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ തട്ടിയും മുട്ടിയും പോകുന്ന സമയങ്ങളെ ദൈവം മാറ്റിയിട്ട് ദൈവം നിന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷ ഓപ്പൺ ആക്കാൻ പോകുന്നു എന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയും. ഞാനിത് പറയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സ്വന്തമായിട്ട് വീടിന് പാമ്പാടിക്കും 14 മൈലിനും ഇടയിൽ നിന്നെ ഉറപ്പിക്കുമെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നീ വിശ്വസിച്ചോ? ചിലത് നഷ്ടപ്പെടുന്നത് വലിയ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ആത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ഒരു അഭിഷേകം വീഴുക. ഉറക്കം നഷ്ടപ്പെട്ടു പോയ ചില അനുഭവങ്ങൾ, നിരാശയോടെ ചില അനുഭവങ്ങൾ, തലയ്ക്കകത്ത് ഭാരമുള്ള അനുഭവങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിക്കുകയാണല്ലോ. ഒരു വലിയ ശക്തി നിന്റെ മേൽ ദൈവാത്മാവ് കൈമാറുകയാ. കർത്താവ് തൊടുന്നല്ലോ, ഒരഭിഷേകം ചലിക്കുന്നല്ലോ, വാഗ്ദത്തം വെളിപ്പെടുകയാ. അച്ഛാ ഒന്ന് മുമ്പിലോട്ട് വന്നേ, ഒന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ച് അത് തുറക്കാൻ പോവുക. സ്വത്രം എല്ലാവരും പ്രാർത്ഥിച്ചോണേ. ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങൾ, നിങ്ങൾ വാഗ്ദത്തങ്ങൾ ഒരുപാട് കേട്ടവരാ, ഒരുപാട് പ്രവചനങ്ങൾ കേട്ടവരാ. ആ പ്രവചനത്തിൻ്റെ കൂടെ ഒരു പ്രവചനം കൂടെ കൂട്ടാൻ വേണ്ടി അഖിൽ പാസ്റ്റർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, കേട്ട പ്രവചനങ്ങളൊക്കെ നിവർത്തിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. സ്തോത്രം. ഇത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്, ഇവിടെ മഹത്വം മാത്രമുള്ളത് കൊണ്ട് ഒരു പിശാചിൻ്റെ പ്രവർത്തികൾക്കും ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ വിളി എന്താണെന്ന് നീ ഇന്ന് രാത്രി തിരിച്ചറിയാൻ പോകുക. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് നീ തിരിച്ചറിയാൻ പോകുക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് കലക്കമുണ്ടാക്കി നിന്നെ ഉറക്കാൻ അനുവദിക്കാത്ത പൈശാചിക മേഖലകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുക. ഒരു വലിയ മഹത്വം ദൈവാത്മാവ് വെളിപ്പെടുത്തുക. ആമേ. ഈ തലയ്ക്കകത്ത് മരപ്പ് പോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? തലയ്ക്കകത്ത് മന്ദത പോലെ, വേദന പോലെ, ഉറക്കമില്ല അല്ലേ? സ്വത്രം. അഭിഷേകം ചലിക്കാൻ പോകും. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഡെലിവറൻസുകളൊക്കെ എല്ലാവരും ഒന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ചേ. ഈ മകൻ്റെ മേലെ ഒരു വലിയ ഡെലിവറൻസ് ദൈവാത്മാവ് ചെയ്യണമല്ലോ. മഹത്വം ഇറങ്ങി ഈ മകനെ തൊടണമല്ലോ. അമ്മ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ മേലെ അഭിഷേകം ചലിക്കുക. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ ഉറക്കം വരെ ദൈവം അറിഞ്ഞാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. റീബാ ശഗസി അന്തന ലെബേനി അറക്ക സിയാന്തന ലെബീനി അശസ്പീരി ലാമന ഹസ്തിയാന്തന അടക്കശിയാന്തന രഹസ്യാന്തന. ഒരു വലിയ അഭിഷേകം ഇറങ്ങുകയാണല്ലോ. ഒരു വലിയ ശക്തി പോലെ തീ ഇറങ്ങുകയാണല്ലോ. നിന്നെ കെട്ടിയ ചില കയറുകൾ ചണനൂല് പോലെ അഴിയുകയാണല്ലോ. ഒരു വലിയ മഹത്വം വീഴുകയാണല്ലോ. അഭിഷേകം തൊടുകയാണല്ലോ. തൊടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചോളെ. ഇന്ന് രാത്രി ശക്തി തൊടുക, അഭിഷേകം തൊടുക, മഹത്വം തൊടുക. നിന്റെ നാവിന്മേൽ ഒരു വലിയ അഭിഷേകം വീഴുകയാണല്ലോ. കെട്ടഴിയുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, നുഖങ്ങൾ തകരുന്നു, വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്നു. നിന്റെ വിളിക്കകത്തേക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ കയറ്റാൻ പോകുക. അഭിഷേകം ചൊല്ലിക്കട്ടെ. Paradala kabashiantana regasiatana rabasi udabaradala sigadala rababa. ഫ്രീ ആകട്ടെ. ദൈവ മഹത്വം ഈ മകനെ തൊടട്ടെ. അഭിഷേകം നിന്നെ തൊടുകയാണല്ലോ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലിയ സൗഖ്യങ്ങൾ നടക്കുക, വലിയ വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി അവ തിരിച്ചറിയുന്ന രാത്രിയാ. നിന്റെ വിളിക്കകത്തേക്ക് ദൈവാത്മാവ് നിന്നെ കയറ്റുക. റോറിക്കകത്തേക്ക് ചിലർ കയറട്ടെ. ഈ ഭയങ്കര നെഞ്ചിന് വേദന പോലെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. സ്വത്രം. ഇന്ന് രാത്രി സൗഖ്യമാവുക. ലീബ ഷിയൽബ രഹസ്യ അധുനി. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു ഭയങ്കര മഹത്വം വെളിപ്പെടാൻ പോവുക. ഷാഗസി അറാമ സിയാന്തന ലബീനി അഷസ്ബീനി ആന്തന. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ വീടിൻ്റെ അകത്ത് വലിയ മഹത്വം വെളിപ്പെടുത്തും. ലീബ ഷഗസി ആന്ധുനി രഹസ്യ ആന്തന. ഞാൻ അഭിഷേകത്തോടെ ഈ ആലയത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നു 2 ദൂതന്മാർ നിന്റെ വീട്ടിലിറങ്ങുക.
ഇന്ന് രാത്രി നിൻ്റെ മകള് സൗഖ്യമാകും. ആമേ. ഇന്ന് രാത്രി നാളുകളായിട്ട് 6 മാസത്തോളമായി രോഗമായിട്ടിരിക്കുന്ന നിൻ്റെ മകളെ ഇന്ന് രാത്രി സൗഖ്യമാക്കും. മകൾക്ക് 6 മാസമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നാ സ്വത്രം ചൊറിഞ്ഞു പോട്ടു 6 മാസമായിട്ട്. ആമേ. ഇന്ന് രാത്രി സൗഖ്യമാകുക. സ്തോത്രം. ഇവിടെ കെട്ടഴിയുമ്പോൾ അവിടെ വിടുതൽ നടക്കും. സ്തോത്ര. പ്രാർത്ഥിച്ചോ. എഴുമേലിക്കകത്ത് ചെറുവള്ളിക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങുകയാണല്ലോ എന്ന് പകൽ അഭിഷേകത്തോടെ നീ പ്രാർത്ഥിച്ചോ. ഒരു വലിയ മഹത്വം നിൻ്റെ വീടിൻ്റെ അകത്ത് ആ വരഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്ന കെട്ടുകൾ നിൻ്റെ വീടിൻ്റെ അകത്ത് അഴിയുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കാലുകളെ സമാധാന മാർഗത്തിലേക്ക് അയക്കാതെ കുരുക്കിയിട്ടിരിക്കുന്ന പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി അഴിയുകയാ. ദൈവമഹത്വം വെളിപ്പെടുകയാ. സൗഖ്യമാകട്ടെ. നിന്റെ മകള് സൗഖ്യമാകുക. നിന്റെ വീടിൻ്റെ അകത്ത് സമാധാനം വെളിപ്പെടുക. നിന്റെ സാമ്പത്തികത്തെയൊക്കെ കെട്ടിയ കെട്ടുകൾ അഴിയുകയാണല്ലോ. നിരാശകൾ ഇന്ന് രാത്രി പൊട്ടിമാറുകയാണല്ലോ. കുടുംബത്തിൽ കലക്കമുണ്ടാക്കിയ സ്പിരിറ്റുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നിൻ്റെ മകനെ അനോയിൻ്റ് ചെയ്ത് അയക്കുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ചൊറിച്ചിൽ മാറിയിരിക്കും, പാടുവരെ പോയിരിക്കും, വലിയ വിടുതൽ നടക്കും. നാളെ രാത്രി മോളയായിട്ട് വന്നേക്കാൻ ടെസ്റ്റിമണി പറയാം. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതം നടന്നിരിക്കുക. പോക്കോ. ഹല്ലേലൂയ. ആമേ. അപ്പം നമ്മുടെ വിളിയെ നോക്കുക. ആമേ. വിളിയെ നോക്കുക. ആമേ. ഒന്നാമത്തെ കാര്യം പറയുന്നു, ലോകത്തിൻ്റെ അഭിപ്രായ പ്രകാരം വിളിയെ നോക്കിയാൽ ആമേ ജ്ഞാനികളെ ആമേ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. കണ്ടോ, ഈ 3 കാര്യം പറയൂ. 1, ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. അപ്പം ജ്ഞാനികളെ, ബലവാന്മാരെ, കുലീനന്മാരെ, ഈ ഒരു ശൃംഖലയിലാണ് ലോകത്തിൻ്റെ അഭിപ്രായത്തിൽ ലോകം സെലക്ട് ചെയ്യുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായിരിക്കുന്നവരേ ഉള്ളൂ. ഏത് ജോലി കണ്ടാലും ഏബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ ചില മേഖലകൾക്കകത്ത് ജ്ഞാനികളായിട്ടുള്ള ആളുകളെ മാത്രമേ എടുക്കാറുള്ളൂ. സ്തോത്രം. ഇപ്പോൾ ഒരു സ്കൂളിലാകട്ടെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ പാമ്പാടിയിലുള്ള ക്രോസ് റോഡ് സ്കൂളിൽ ആ കുഞ്ഞിനെ കൊണ്ട് ചേർക്കാൻ വേണ്ടി അവരെ ഒരു എക്സാം എഴുതിപ്പിച്ചു. എക്സാമിൻ്റെ അകത്ത് പരാജയപ്പെട്ടു പോയത് കൊണ്ട് ആ കുഞ്ഞിനെ അവിടെ എടുക്കത്തില്ല. സ്തോത്രം. പണ്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം. പറഞ്ഞേ ഏത് സ്കൂളിലും എപ്പം വേണേലും നമുക്ക് ചെന്ന് പഠിക്കാമായിരുന്നു. സ്തോത്രം. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഭയങ്കര അവർ എക്സാം ജ്ഞാനമുള്ളവർ ലോകാഭിപ്രായം തിരഞ്ഞെടുക്കത്തുള്ളൂ. സ്തോത്രം. ഞാൻ ഒറ്റ കാര്യം, നിനക്ക് ജ്ഞാനമില്ല, നിന്റെ ജ്ഞാനം ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം നിന്റെ മേലൊരു അതോറിറ്റി കൈമാറിയിരിക്കുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ലോകാഭിപ്രായം നോക്കിയാൽ ജ്ഞാനികളെ ലോകം സെലക്ട് ചെയ്യുക. ലോകാഭിപ്രായം നോക്കിയാൽ ബലമുള്ളതിനെ ലോകം സെലക്ട് ചെയ്യുക. ലോകാഭിപ്രായം നോക്കിയാൽ കുലീനമായതിനെ സെലക്ട് ചെയ്യുക. പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുന്ന ലോകം നോക്കുന്നത് പോലെയല്ല. ഞാൻ സെലക്ട് ചെയ്യുന്ന ലോകത്തിൻ്റെ അഭിപ്രായ പ്രകാരമല്ല. ഞാൻ സെലക്ട് ചെയ്യുന്നത് ബലഹീനമായതിനെ. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോ, നീ ബലഹീനനാണോ? നീ നിരാശപ്പെട്ടു പോയോ? നീ തകർന്നു പോയോ? നീ ഒറ്റപ്പെട്ടു പോയോ? നീ നിന്ദിക്കപ്പെട്ടു പോയോ? നീ വഞ്ചിതനായി പോയോ? നീ അപമാനിക്കപ്പെട്ടു പോയോ? നിന്നെ ദൈവത്തിന്റെ സെലക്ഷൻ, ദൈവത്തിന്റെ വിളി നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ എൻ്റെ അടുക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര അയ്യടാന്നുള്ളൊരു സംഭവമുണ്ട്. സ്തോത്രം. കാര്യം അവരുടെ വിദ്യാഭ്യാസം വെച്ചും അവരുടെ കഴിവും പ്രാപ്തിയും ഒക്കെ വെച്ച് നമുക്കൊന്നും അവരെ ചെന്ന് എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു കോള് വന്നേക്കാം. ഞാനാണ് വയനാട്ടിൽ നിന്ന്. ആരാ? ഡോക്ടറാണത്. ഏത് ഡോക്ടർ? ഞങ്ങൾ അവിടുത്തെ MD ആണ്. സ്തോത്രം പറഞ്ഞ് വയനാട്ടിൽ MD ഡോക്ടറെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക. പാസ്റ്റർ ഒരു ആലോചന പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്നും +2 പൂർത്തീകരിച്ച് 2 പ്രാവശ്യം കൊണ്ടാണ് ഞാൻ എഴുതിയെടുത്തത്. സ്തോത്രം. നീക്കിയാകൂ. സ്തോത്രം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ, ഏതുമില്ലാത്തതിനെ സെലക്ട് ചെയ്തു. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, നിനക്കൊന്നും പറയാൻ കഴിവൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ സെലക്ഷനാണ് നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിയും. സ്തോത്രം പറഞ്ഞേ.
ഹല്ലേലൂയ. ആമേൻ. ഞാനിത് പറയുമ്പോൾ ആൻറ്റിക്കിയുടെ മേൽ ഒരു 7 വർഷത്തെ വിടുതൽ നടക്കാൻ പോവുകയാണെന്ന് ആത്മാവ് പറയുന്നു. നിങ്ങളുടെ വീടിന് 7 വർഷത്തെ ഒരു 7 വർഷത്തോട് ബന്ധപ്പെട്ട് സ്ഥലത്തിൻ്റെ വിഷയത്തിൻ്റെ അകത്ത് വിടുതൽ നടക്കുമെന്ന്. സ്തോത്രം. 7 വർഷമായി വിൽക്കാൻ നോക്കാത്തത് ദൈവത്തിൻ്റെ ആത്മാവ് വിൽപ്പിക്കാൻ പോകുന്നെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഞാൻ ഇന്ന് രാത്രി പറയാം, അടുത്ത 3 മാസത്തിനുള്ളിൽ ഒരു വിടുതൽ നിൻ്റെ വീട്ടിൻ്റെ അകത്ത് നടക്കും. ആമേൻ. ദൈവാത്മാവ് പറയുന്നത് സ്ഥലം വിൽക്കും, ചില നന്മകൾ അവകാശമാക്കിയിരിക്കും. ഒന്നുമില്ലാത്ത രക്തനിലം പോലെ കിടക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി പൊട്ടിമാറുകയാ. ആ വിചാരം കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ കെട്ടിയൊതുക്കാൻ നോക്കിയിരിക്കുന്ന ചില സ്ഥലത്തിൻ്റെ വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ചലിക്കുന്നു എന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ഇതൊരു അടയാളമായിരിക്കും. ദൈവം നിങ്ങളെ മറന്നിട്ടില്ലെന്നും ദൈവം നിങ്ങളെ ഇട്ടേച്ചു പോയിട്ടില്ലെന്നും ഉള്ളതിൻ്റെ തെളിവായിരിക്കും. പക്ഷെ ഇനി ദൈവത്തെ ഇട്ടേച്ചു പോകരുതെന്നും ആത്മാവ് ഓർപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം പറഞ്ഞേ. ദൈവത്തിൻ്റെ പദ്ധതി കണ്ടോ? സ്തോത്രം. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ എന്ത് ചെയ്തു? ബലഹീനമായ സെലക്ട് ചെയ്തു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നല്ലൊരു സുമോ ഗുസ്തിക്കാരൻ നമ്മൾ കാണത്തുള്ളൂ ടി വിയിലൊക്കെ. സുമോ ഗുസ്തിക്കാരൻ നല്ല വണ്ണമുള്ള ചൈനക്കാരൻ പോലെ ഇരിക്കുന്നത്. അപ്പം ഈ പുള്ളിയോ എടുക്കലോട്ട് ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ആനയെ ആടും പോലെ, അല്ലെങ്കിൽ ആനയും ഉറുമ്പും പോലെ ഇരിക്കും. ഇതുപോലെ. പക്ഷെ ഇതുപോലെയാണ് നിൽക്കുന്നത്. സ്തോത്രം. ബലവാനും ബലഹീനനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കാണേ. നല്ല ആരോഗ്യം, പ്രാപ്തിയും കഴിവും ആരോഗ്യവും തൻ്റെയും ധൈര്യവും ഒക്കെയുള്ള കുറേ അമ്മമാർ നിൽക്കുക. അമ്മമാരെ നോക്കിയിട്ട് പറയാ, എടാ ഈ കൊച്ചു പയ്യനെ കണ്ടോ, പേര് ദാവീദെന്നാ. ഒന്നുമില്ല, പക്ഷെ അവൻ്റെ കവണക്കകത്ത് കല്ലുണ്ട്. അത് കറക്കി എറിഞ്ഞാൽ ചിലത് വീഴും. ഓ, ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, ചില ബലവാന്മാർ വീഴാൻ പോകുക. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ആ വിചാരം കൊണ്ട് കെട്ടിയതാകട്ടെ, മന്ത്രവാദം കൊണ്ട് കെട്ടിയതാകട്ടെ, രോഗങ്ങൾ ഇട്ട് പോരാടുന്ന ചില പൈശാചിക സ്പിരിറ്റുകളെ ഇന്ന് പകൽ ആത്മാവ് വെട്ടുകയാണ്. ബലഹീനതയിൽ നിന്ന് നീ ദൈവത്തിന്റെ ശക്തിയെ പ്രാപിക്കുക. ബലമുള്ളത് ചിലത് വീഴും. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്വത്രം. ഞാൻ ഇന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര റിസൾട്ടുകൾ ഉണ്ടാകാൻ പോവുക. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രവചനങ്ങൾക്കകത്തൊക്കെ ഒരു ഭയങ്കര ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പ്രവചിക്കാറുള്ളൂ. സ്തോത്രം. കാര്യം ചുമ്മാ ഒരു പ്രവചനം പറഞ്ഞിട്ട് അങ്ങ് പോകാൻ എനിക്കിഷ്ടമില്ല. പറഞ്ഞാൽ അത് നിവർത്തിക്കണം. സ്തോത്രം. അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ദൂത് ഒരിക്കലും ഒരു കാക്ക കൊണ്ടുപോകത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൂതിനെ നിവർത്തിക്കാൻ അവൻ്റെ ദൂതന്മാരിറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ചു. ബലഹീനമായി കിടക്കുന്ന അനുഭവത്തിൽ നിന്നും കൊണ്ട് അഭിഷേകത്തോടെ പറ, ബലം എന്നിലുള്ളവൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവർക്ക് സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. ഭയങ്കര ബലത്തോടെ നിങ്ങൾ മടങ്ങാൻ പോകും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. കണ്ടോ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ, കണ്ടോ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായ ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. സ്തോത്രം പറഞ്ഞേ. പറയാനോ പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ലാത്തതിനെ ദൈവം സെലക്ട് ചെയ്തു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ വിളിയെ നോക്കാം, തെരഞ്ഞെടുപ്പിനെ നോക്കുക. നാം ഒന്നുമല്ല, പക്ഷേ അവൻ്റെ കൃപയാ. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറയാം, യേശു ഇല്ലെങ്കിൽ നീ സീറോയാ, യേശു ഉണ്ടെങ്കിൽ നീ ഒരു ഹീറോയാ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, യേശു നിന്നിലുണ്ടോ, അവൻ്റെ അഭിഷേകം നിന്നിലുണ്ടോ, അവൻ്റെ വചനം നിന്നിലുണ്ടോ, അവനോട് നിനക്ക് ബന്ധമുണ്ടോ? ഇന്ന് രാത്രി നീ സീറോയല്ല, നീ ഹീറോയായി മാറാൻ പോകുക. ഇന്ന് രാത്രി ദാവീദ് ചെന്ന് യുദ്ധം ജയിച്ചടക്കിയതുപോലെ ചില മല്ലന്മാർ വീഴാൻ പോകുക. നിന്റെ മുമ്പിൽ ചില പ്രതിസന്ധികൾ വഴിമാറാൻ പോകുക, ചില വെല്ലുവിളികൾ മരിമാറാൻ പോകുക, ചില യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നല്ലോ, ഒരു വലിയ ദൈവമഹത്വം പുറപ്പെടുക.
ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കണ്ടോ, അടുത്ത കാര്യം പറയുന്നു, നിങ്ങളെ സെലക്ട് ചെയ്തതിന് ഒറ്റ കാര്യമുള്ളൂ ദൈവത്തിന്. എന്താ കാര്യം? ദൈവസന്നിധിയിൽ ഒരു ജഡം പ്രശംസിക്കരുത്. സ്തോത്രം പറഞ്ഞേ. അവൻ പ്രശംസിക്കില്ല. സ്വത്രം എന്ന് പറഞ്ഞാൽ സ്വയം പ്രശംസ നമുക്കുണ്ടാകരുത്. സ്വത്രം പറഞ്ഞ് ഞാൻ വലിയ സംഭവമാണ്, ഞാനൊരു സംഭവമല്ല. സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ. അവൻ കർത്താവൊന്നും അറിഞ്ഞില്ലായിരുന്നു ഇന്നും നമ്മൾ ടിപ്പർ ലോറി ഓടിച്ചുകൊണ്ട് നടന്നേനെ. സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടിയെന്ന് കൃപയാണ്. സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ചില സമയത്തൊക്കെ മീറ്റിങ്ങിനൊക്കെ പോയി ശുശ്രൂഷിച്ചിട്ട് പറഞ്ഞ് ഞാൻ അലറിക്കായിരിക്കും. കാര്യം നമുക്കൊന്നുമില്ല പറയാനൊന്നും, പ്രശംസിപ്പാനും ഒന്നുമില്ല. ദൈവം ഇല്ലായിരുന്നെങ്കിൽ. സ്വത്രം പ്ലസ് 2 വിദ്യാഭ്യാസം പകുതി വഴിക്ക് നിർത്തിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ തേരാപ്പാര നടക്കുന്ന സമയത്ത് അറിയാതെ കർത്താവ് ഒന്ന് വിളിച്ചത്. സ്വത്രം വിളി കേട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. കർത്താവിന് വേണ്ടി അങ്ങനെ ജീവിതം കൈമാറി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ ഇന്ന് പകൽക്കാലം അനുഗ്രഹമായി മാറിയത്. ഞാൻ അഭിഷേകത്തോടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. ചില പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമാരെന്ന് തിരിച്ചറിയും, ദൈവത്തിൻ്റെ ശബ്ദം എന്തെന്ന് തിരിച്ചറിയും, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തെന്ന് തിരിച്ചറിയും. ഇന്ന് രാത്രി ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, ദൈവം ആമേൻ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ആമേൻ എന്ത് ചെയ്യുന്നു? അവനാൽ ക്രിസ്തുവേശുവിൽ നിങ്ങളെ ഇരുത്തി. കേട്ടോ, ആമേൻ. പ്രശംസിക്കാതിരിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമ്മെ കൊണ്ടിരുത്തി. നിങ്ങൾ എവിടെയായിരിക്കുന്നത്? യേശുവിലാണ്. ആമേൻ. നിങ്ങൾ ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്, ക്രിസ്തു നിങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശംസയൊന്നുമില്ല. എന്തേലും പ്രശംസിക്കാൻ തോന്നുമ്പോൾ ആമേൻ നിങ്ങളുടെ ജഡത്തോട് ദൈവം പറയും, വേണ്ട വേണ്ട കുഞ്ഞെ, വേണ്ട, അടങ്ങ്. സ്തോത്രം. ഞാനില്ലായിരുന്നെ കാണായിരുന്നു, ഞാനുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, ക്രിസ്തുവിൽ നാം ഇരിക്കുകയാണ്. സ്വന്തം പറഞ്ഞ് അടുത്ത കാര്യം പറയുന്നു, അവൻ ക്രിസ്തുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. സ്തോത്രം. അപ്പം ക്രിസ്തുവിലിരുന്നാലുള്ള പ്രത്യേകത, 4 പ്രത്യേകതയുണ്ട്. ഒന്ന്, ക്രിസ്തുവിലിരുന്നാൽ അവൻ നമുക്ക് ജ്ഞാനം നൽകും. സ്തോത്രം പറഞ്ഞേ. അമ്മ, ഞാൻ അഭിഷേകത്തോടെ എൻ്റെ മൂത്ത കുഞ്ഞ് സ്തോത്രം അമ്മ ഈ LKG പഠിക്കുന്ന സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, അവക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എല്ലാം എഴുതിക്കോളും. സ്തോത്രം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മാർക്ക് ലിസ്റ്റ് കണ്ടു, എല്ലാത്തിനും ഫുള്ളാണ്. സ്തോത്രം. എല്ലാത്തിനും നിറച്ചും മാർക്കാ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കാര്യമാണ് ദൈവം കൊടുത്ത ജ്ഞാനമാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പഠിക്കാൻ വലിയ കൃപയോ കഴിവോ ഒന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അഭിഷേകം കൊണ്ട് നിറച്ചു. ഞാൻ അഭിഷേകത്തോടെ പറയാം, നമുക്ക് പഠിക്കാനോ അങ്ങനെയുള്ള കഴിവോ പ്രാപ്തി ഒന്നും കാണത്തില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ രാജ്യങ്ങളിൽ അയച്ച് പഠിപ്പിക്കാൻ ദൈവം ഒരു കൃപ നൽകുക. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു ജ്ഞാനം ദൈവം പകരുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലൊരു അസാധാരണ ജ്ഞാനത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പറഞ്ഞേ. ഹല്ലേലൂയ. ജ്ഞാനം കൊണ്ട് ദൈവം നിറയ്ക്കും. അടുത്ത കാര്യം പറയുന്നു, 2